നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, മല്ലിയില, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 4 മുട്ട, കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്നിളക്കാം. അതിനുശേഷം വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ചതച്ചിട്ടാലും അരിഞ്ഞിട്ടാലും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ പച്ചമുളക് അതും ഇട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 സവാള അരിഞ്ഞതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇളക്കിയതിന് ശേഷം മുളക് പൊടിയും ഗരം മസാലയും കൂടി ഒന്നും കൂടെ ഇളക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇതിനകത്ത് കിടന്ന് ഈ അരപ്പ് എല്ലാം കൂടെ ഉള്ളിക്കകത്ത് പിടിക്കണം. ആ രീതിക്ക് ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. അത് തുറന്ന് കഴിയുമ്പോഴത്തേനും വെള്ളമൊക്കെ ഒരുമാതിരി പറ്റിയിട്ടുണ്ടാകും. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പല സൈഡിലായിട്ട് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അത് അടച്ച് വെക്കുക. അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഈ ഒരു പരുവമാവും. ഇത് പതിയെ തിരിച്ചിടണം. പക്ഷെ ഞാനിട്ടപ്പോൾ ഫ്ലോപ്പായിപ്പോയി. വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചിട്ടത്. ആ അടപ്പങ്ങോട്ട് എടുക്കുന്നുണ്ട് നല്ല മണമായിട്ട് വരുന്നത്. വീണ്ടും തിരിച്ചിട്ട് കുറച്ച് മല്ലിയിലേക്ക് വിതറി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കിടു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.